കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ അവരെ എങ്ങനെ ശാസിക്കണം, അല്ലെങ്കിൽ അവിടെ ഏതുവരെ ശാസിക്കണം, എന്താണ് അവരോട് പറയേണ്ടത്, അത് ഓരോ ലെവലിൽ കഴിഞ്ഞ് പോകുമ്പോൾ. അപ്പോൾ വീട്ടിലൊരു മുതിർന്ന ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം. വിൻഡോ വീണാത്ത് വന്ന് പറഞ്ഞു ഒരു ഇയറിന് തോൽവിയാണ്. അത്ര ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിനക്ക് പറയാമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും ഒരു 99% ഞാൻ ഉറപ്പായിരുന്നു. പക്ഷെ നീ അത്രയും ഇതായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് മോശമായി പോയി. നമസ്കാരം, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സജ്ന ഫിറോസിനെ എല്ലാവർക്കും അറിയായിരിക്കും. ആളിപ്പോ 9 മാസം, അല്ല കേട്ടോ, 9 ആഴ്ച പ്രഗ്നന്റ് ആണ്. എന്തായാലും കല്യാണം കഴിയുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഫുൾ അറിയുമല്ലോ. അപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടില്ല, അവിഹിതം ആണെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ എന്തായാലും 9 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. ഫിറോസുമായിട്ട് ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പൊ ഡിവോഴ്സ് ആവാത്ത സമയത്ത് നിങ്ങൾ വേറൊരാളിൽ ഗർഭിണിയാകുന്നുണ്ടെങ്കിൽ അത് അവിഹിതം തന്നെയാണ്, വേറൊന്നും അതിന് പേര് വരത്തില്ല. നിങ്ങളെ കല്യാണം ആരും കണ്ടിട്ടുമില്ല, ഇതുവരെയ്ക്കും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അവിഹിതമാണല്ലോ അവിടെ നടത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ആ മക്കൾക്ക് നാണക്കേടാണ് എന്നുള്ളൊരു സാധാരണ ഒരു നോർമൽ ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതിയിൽ പോകത്തില്ല. റസൂൽ പൂക്കുട്ടി എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഞാനാണ് ഈ കുഞ്ഞിന്റെ ചോര എന്ന്, ഒരിടത്തും വന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയ ആളാണല്ലോ, അതുകൊണ്ട് ആ ഒരു കുടുംബത്തിലേക്ക് എങ്ങനെ നുഴങ്ങി കയറാം എന്നുള്ള രീതിയാണ് ഇപ്പം. എന്തായാലും ഇത് വളരെ മോശമാണ്. ഇത് തെണ്ടിത്തരം പിടിച്ചൊരു ഏർപ്പാടാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടെങ്കിലും അത് ഇല്ലെങ്കിലും ആ ഒരു കുടുംബത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കുടുംബ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നതാണ്. നിങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റിന് ബലികേടാവുന്നത് ഇതുപോലെയുള്ള ഫാമിലി മെമ്പേഴ്സ് ആണ്. എന്തായാലും ഫിറോസ് ഖാൻ പണ്ടൊക്കെ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ വരുന്നുണ്ട്. കുറച്ചു നാൾക്ക് മുന്നേ ഈ സജ്ന ഫിറോസ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ ഫിറോസ് ഖാൻ അങ്ങനെ ചെയ്തു, കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല, അപ്പൊ പിന്നെ എന്നെ ഇത്ര അടിച്ചു, എന്നെ അങ്ങനെ അടിച്ചു, എന്നെ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കാര്യം മനസ്സിലായി. ഒരു ബിഗ് ബോസിൽ പോയ സമയത്തെ ഇവർക്ക് തമ്മിൽ ബന്ധമുണ്ട്. അതായത് ഈ ഒരു റസൂൽ പൂക്കുറ്റിയും സജ്ന ഫിറോസിനും ബന്ധം ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധം ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവാണ്. എന്തായാലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് മെൻഷൻ ചെയ്യുന്നുണ്ട്, പേര് മാത്രം കൊടുത്തിട്ടില്ല എന്നുള്ളൂ. ആളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. റസൂൽ പൂക്കുറ്റി കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു വലിഞ്ഞു കയറി പോകുന്നത്. മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ടല്ല അതൊരു കാര്യം ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി 2 മക്കളുണ്ട്. ആ സീരിയൽ താരങ്ങൾക്ക് എന്തും ആകാമല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. മുന്നത്തെ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരിക്കും വെളിച്ചത്ത് കൊണ്ടുവന്നത്. എന്തായാലും ഇത് മഹാ വൃത്തികെട്ടൊരു ഏർപ്പാടാണ്. കാരണം ഏറ്റവും ചീപ്പ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കുടുംബത്തെ തകർത്തിട്ടാകരുത് സ്വന്തം കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ 2 പിള്ളേരുണ്ട്, അവർക്ക് എന്ത് നാണക്കേടാണ് ചെയ്യുന്നത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇപ്പോ നമ്മളാരും അറിഞ്ഞിട്ടുമില്ല, ഈ ലോകത്തുള്ള ആരും അറിഞ്ഞിട്ടില്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന്. കല്യാണം കഴിക്കാതെ ഇങ്ങനെ കുഞ്ഞുണ്ടാവുന്നത് അവിഹിതമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് 2 പിള്ളേര് ഓൾറെഡി ഉണ്ട്, ഇത്തിരി വലിയ പിള്ളേരാണ്. അതിന്റെ ഇടയിൽ കൂടി വീണ്ടും കല്യാണം കഴിക്കാണ്ട് കുട്ടി ഉണ്ടാവുന്നു പറയുമ്പോഴത്തേക്ക് അത് അവിഹിതം തന്നെയാണ് ആ ഒരു പേര് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ മുന്നേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിറോസ് ഖാനാണ് എല്ലാം ചെയ്തിട്ടുള്ളത്, ഫിറോസ് ഖാൻ അത്രമാത്രം എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു സൂചന പ്രഗ്നന്റിന്റെ എന്തോ, പക്ഷെ ആ ഒരു വീഡിയോ അവർ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് കളയില്ലല്ലോ, അവർ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കും, അതാണ് അവരുടെ ഒരു ഇത്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് അവർ ഡിലീറ്റ് ആക്കി. പിന്നെ എന്റെ മക്കൾ കണ്ടാലും ഇത് ഭയങ്കര പ്രശ്നമാണ്, അവർക്ക് ഒരു ഇതായോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഡിലീറ്റ് ആക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുളിങ്കൊമ്പ് പിടിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പുരസ്കാർ മേടിച്ച ഒരു വ്യക്തി, അയാൾ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്, കുടുംബക്കാരുണ്ട്, അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കുടുംബത്തെ തകർത്തെറിഞ്ഞ് അതിൽ നുഴങ്ങി കയറുന്നു എന്നൊക്കെ പറയുന്നതേ അതൊക്കെ മഹാമോശമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫിറോസ് ഖാനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. ഈ 2.5 വർഷത്തോളമായിട്ടുണ്ട് ഇവര് പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട്. 4 വർഷത്തോളമായിട്ടുണ്ട് റസൂൽ പൂക്കുറ്റിയും ഇവരുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട്. അപ്പൊ ഈ ഒരു 2.5 വർഷത്തില് ഇവര് ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഇടയില് വീണ്ടും നമ്മൾ നാട്ടുകാരൊന്നും അറിയാത്തൊരു കല്യാണം കഴിച്ചു ഇല്ല. അപ്പൊ അതിന്റെ ഇടയില് ഈ ഒരു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാല് അത് എന്താ ഇതിനെയൊക്കെ പറയാൻ. അപ്പൊ എന്തായാലും സജിന ഭയങ്കര ചെറ്റത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കുടുംബത്തിനകത്തേക്ക് വലിഞ്ഞു നുഴങ്ങി കയറി അങ്ങനെ പോകാനുള്ളൊരു തത്രപ്പാടിലാണ് ആളിപ്പോ നിൽക്കുന്നത്. എന്തായാലും ഫിറോസ് ഖാൻ ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഫിറോസ് ഖാന്റെ കൂടെ ജീവിക്കുന്നത് കുറച്ച് ടാസ്ക് ആണ്, കാരണം സ്വഭാവങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. പക്ഷെ എന്നിരുന്നാലും ഫിറോസ് ഖാൻ അന്ന് പറഞ്ഞതിൽ കാര്യം ഇല്ലെന്ന് തോന്നുന്നു.
കാരണം അന്ന് ഫിറോസ് ഖാൻ അങ്ങനെയാണ്, കൊച്ചുകുട്ടിയെ പോലും വെറുതെ വിടുന്നില്ല. ഫിറോസ് ഖാൻ അങ്ങനെ ഉമ്മ വയ്ക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫിറോസ് ഖാനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പുറകെ ഓരോരുത്തരും ഓരോ വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ ലൈവിൽ വന്നു, പിന്നെ അതിനെതിരായിട്ട് ഈ സജിന വന്നു ലൈവില്. അങ്ങനെ വന്ന് ഭയങ്കര ലൈവായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഫിറോസ് ഖാൻ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവര് ആ ഒരു ഫോട്ടോ ഇട്ടിട്ട് പറയാണ്ട് തന്നെ പറയുന്നുണ്ട്, പേരെവിടെ കൊടുക്കുന്നില്ല എന്നുള്ളൂ, ഫോട്ടോ എന്തോ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് ചെറ്റത്തരെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരാളുടെ കുടുംബത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയിട്ട് ആ ഒരു കുടുംബം എന്തായാലും പുളിങ്കൊമ്പായിരിക്കുമല്ലോ, ഇത്രയും മോസ് കാർഡൊക്കെ കിട്ടിയ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കണം, കല്യാണം കഴിഞ്ഞ് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്നത്. കുടുംബം ഒന്നുമില്ലെങ്കിൽ ശരി, ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ കുടുംബം ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ ഒരു കുടുംബത്തിനും കൂടി നാണക്കേട് ഉണ്ടാക്കി വെക്കണം, സ്വന്തം കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി വെക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രവണത. പിന്നെ സിനിമാ താരങ്ങൾക്ക് എന്തോ ആകാലോ, 1, 2, 3, 4, 5 കിട്ടാം, അവർക്കൊരു പ്രശ്നമില്ല. അവർ എങ്ങനെ നടന്നാലും അത് ആർക്കും ഒരു ചർച്ചയില്ല. പക്ഷെ സാധാ ആൾക്കാർ എന്തെങ്കിലും ചെയ്താൽ മാത്രം അത് ലോകം മൊത്തം ചർച്ചാ വിഷയമാവും. എന്തായാലും ഫിറോസ് ഖാൻ ഇപ്പൊ പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഫിറോസ് ഖാൻ ചുമ്മാണ്ട് അങ്ങനെ പറയത്തില്ലല്ലോ എന്തായാലും. അപ്പൊ ഇതൊക്കെ തന്നെ ഇവര് ഫിറോസ് ഖാന് ഈ ബിഗ് ബോസ് പോയ സമയത്തെ ഈ റസൂൽ പൂക്കുറ്റിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ മോശം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നമ്മൾ ഒരാളുടെ ജീവിതം തകർത്തിട്ട് അതിനിടയിൽ കയറാൻ പാടില്ല. എന്തായാലും സജിന് ഈ ചെയ്യുന്നത് മഹാ തെണ്ടിത്തരമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും പണത്തിനും പ്രതാപത്തിനും വേണ്ടിയിട്ട് ആഗ്രഹിച്ച് മറ്റു പലരുടെയും ജീവിതത്തിലേക്ക് നുഴങ്ങി കയറരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി ജീവിച്ചു പോകണം. എന്നിട്ട് ലൈവിൽ വന്നിട്ട് എന്തൊക്കെയായിരുന്നു പറച്ചില്, എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെയാണ് കഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. എന്തായാലും ഇപ്പൊ കാര്യം നന്നായിട്ട് എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ട്. ഇതാണ് പ്രശ്നം, പ്രഗ്നന്റ് ആണ് പ്രശ്നം. അതിന് ഫിറോസ് ഖാൻ ഒരു വഴിയായി, അതായത് ഒരു കാര്യമായി. ഫിറോസ് ഖാനെ വെച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലോ, ഫിറോസ് ഖാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ പോയത്, അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പുറത്തൂടെ പോയത്, ഫിറോസ് ഖാൻ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. അത് കുറെയൊക്കെ ശരിയായിരിക്കാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇതും കാണുമല്ലോ. എന്തായാലും കൊള്ളാം, ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്ന കുറെ കാര്യങ്ങൾ.